അങ്ങനെ ഞങ്ങളിന്ന് പാരീസിൽ നിന്ന് ആംസ്റ്റർഡാമിലോട്ട് പോവുകയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാവാം. ഈ സൺസ്ക്രീനും ഈ ലിപ് ബാമും ഈ ലിപ്സ്റ്റിക്കും ഞാൻ എവിടെ പോകുമ്പോഴും എപ്പോഴും ക്യാരി ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഇത് രണ്ടും സൂപ്പറാണ്. ഏതെടുക്കണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. ആൻഡ് മൈ ഫൈനൽ ലുക്ക്. ലാസ്റ്റ് പിക്ക് ഫ്രം പാരീസ്. നമുക്ക് 8 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. സോ ഒരു 5 മണിക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു മോർണിംഗ്. അങ്ങനെ 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ട് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. ഇത് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നൊരു മെഷീനാണ് കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ സെൽഫായിട്ട് ചെയ്യണം. ഈവൻ നമ്മുടെ ബാഗ് പോലും, ചെക്ക് ഇൻ ബാഗ് പോലും നമ്മൾ സെൽഫായിട്ട് തന്നെ കയറ്റി അയക്കണം. ഇവിടെ നമ്മളിപ്പം ബോർഡിംഗ് പാസ് എടുക്കുകയാണ് കേട്ടോ. എല്ലാ എയർപോർട്ടിലും ഇതിപ്പം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനൊരു മെഷീനുണ്ട്. ഇതാണ് നമുക്ക് ഒന്നും കൂടി കൺവീനിയൻറ്റ്, കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ഇൻ ബാഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെ പറഞ്ഞു തരാൻ ഒരാളുണ്ട്. എങ്കിലും ഈ കൗണ്ടേഴ്സ് എല്ലാം കാലിയായത് കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ക്ലിയർ ചെയ്ത് തന്നു. നമ്മുടെ ബാഗ് നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് വെയിറ്റ് നോക്കി നമ്മൾ തന്നെ ബൈ ബൈ പറയണം ബാഗിനോട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. ആൻഡ് ഇമിഗ്രേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞപ്പം ഒരു കോഫി കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തേക്ക് സമയം 7 മണിയായിട്ടോ. 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറും. അങ്ങനെ ആംസ്റ്റർഡാമിലോട്ടുള്ള ഫ്ലൈറ്റിൽ കയറിയിട്ടോ. എക്സൈറ്റ്മെൻറ്റ് കൂടി. ഫ്ലൈറ്റ് ഇതാ പൊങ്ങി. ഇതാകെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ പോകുന്നൊരു ദൂരമേ ഉള്ളൂ കേട്ടോ. ഒരു മണിക്കൂർ, ഒരു 1.25 മണിക്കൂർ അത്രയേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ലാൻഡിങ് ആയി. ഇവിടെ കുറേ സൗരോർജ പ്ലാന്റുകളാണ്.